ചെറുപ്പക്കാർ കാര്യം അവരുടെ കാര്യങ്ങളെല്ലാം അമ്മ ഇപ്പോൾ ഈ ആകാശ് അത് കഴിയുമ്പോൾ വേറെ ഒരു മോളൊക്കെ ദിവസങ്ങൾ സാക്ഷ്യങ്ങൾ പറയുന്നവരെല്ലാവരും നല്ല ശതമാനം ചെറുപ്പക്കാരാണ്. അവരിങ്ങനെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്തതിൽ ഞാൻ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. കാര്യം അവർ ദൈവത്തെ അവരുടെ യൗവനകാലത്ത് തന്നെ അറിയണില്ല. അപ്പം അതായത് യൗവനകാലത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വിഷയത്തിൽ നമ്മൾ ഈ പ്രായം ചെന്ന് കഴിഞ്ഞ് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പം, പിന്നെ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ അധികം സമയം കിട്ടത്തില്ല. അതാണ് സമയമാണ് പ്രശ്നം. ഇപ്പോൾ എനിക്കൊക്കെ ഉണ്ടായ ഒരു അനുഗ്രഹം എന്ന് വെച്ചാൽ 4 വയസ്സ് മുതൽ ഞാൻ 4 വയസ്സിലാണ് എൻ്റെ മുറിയിലൊരു കർത്താവിൻ്റെ പടമുണ്ട്. നിങ്ങൾ കാണത്തില്ല, ഞാൻ ഇവിടെ ആരും വരാറില്ല. അപ്പം എൻ്റെ മുടിയിലൊരു അതായത് കർത്താവിൻ്റെ ഒരു മുഖത്തിൻ്റെ പീഡാനുഭവ രൂപമുണ്ട് വലുത്. അത് പെയിൻ്ററാണ്. അപ്പം അത് ഞാൻ എൻ്റെ 3 വയസ്സിലോ മറ്റേ എൻ്റെ അപ്പൻ്റെ കൂടെ ഞാൻ കുടുംബപ്രാർത്ഥന കഴിഞ്ഞ് അപ്പൻ്റെ കൂടെ കയ്യെ തൂങ്ങി നടക്കുന്ന കാലത്ത് ലാവുംപെട്ടത്ത് എൻ്റെ വീടിൻ്റെ സൈഡിലുള്ള ചെമ്പരത്തിക്കാട്ടിൽ കണ്ട വലിയ രൂപമാണ്. അന്ന് മുതലാണ് ഞാൻ ഈശോനെ പരിചയപ്പെടുകയും ഈശോയുമായിട്ട് ആകർഷിക്കപ്പെടുകയും ഞാൻ അപ്പനോട് പറയും, ഇത് ഈശോയുടെ മുഖം ഈശോ കണ്ട ഇപ്പോൾ ഈശോ കണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുകൊണ്ട് അപ്പനോട് അത് പറയണത്. ഇപ്പം എനിക്ക് 3 വയസ്സോ 4 വയസ്സേ ഉള്ളൂ. 4 വയസ്സൊന്നും ഇല്ല അന്ന്. അതെൻ്റെ അമ്മയുടെ വണക്കമാസ പുസ്തകത്തിലിരിക്കുന്ന അതേ രൂപമാണ് ഞാൻ ചെമ്പരത്തിക്കാട്ടിൽ കാണുന്നത്. പക്ഷേ ഞാൻ അച്ഛനായി ആ ഒരു വിളിയോടുകൂടി അച്ഛനായിട്ട് ആദ്യം ഒരു എത്രയോ വർഷം കഴിഞ്ഞത് 1963 ഈ കാഴ്ച കാണുന്നത്. ഞാൻ 85 അച്ഛനായിട്ട് ഞാനൊരു പള്ളിയിൽ അപ്പോയിൻ്റഡ് ആയി. ആ അപ്പോയിൻ്റഡ് ആയ സമയത്ത് അമ്മ എന്നെ കാണാമെന്ന്, എൻ്റെ അമ്മച്ചി പിറ്റേ ആഴ്ച എന്നെ കാണാൻ വന്നപ്പോൾ അമ്മ എനിക്കൊരു പടം തന്നു. അപ്പോൾ ഞാൻ ഈ പടം ഇവിടെ നിന്ന് ഇട്ടിരിച്ചു. അപ്പം ഞാനൊരു മരിപ്പിന് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നിനക്ക് തന്നിട്ട് പോകാമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പൗരോഹിത്യ ജീവിതം തുടങ്ങുകയാണ്. അപ്പോൾ ഈശോ എന്നെ ഓർപ്പിച്ചു, അന്നത്തെ ചെമ്പരത്തിക്കാട്ടിൽ ഞാൻ കണ്ട കർത്താവിൻ്റെ രൂപം വീണ്ടും അമ്മ തന്നെ കൊണ്ടുവന്ന് എനിക്ക് തന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടെന്ന് എൻ്റെ അർത്ഥം. അത് ദൈവമായിട്ട് ജീവിക്കണം ഭയങ്കര രസമാണ് മക്കളെ. എനിക്ക് തോന്നൽ എന്താണെന്നറിയോ, ഞാൻ ഇങ്ങനെയൊക്കെ പറയണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത്, നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യണം. നിങ്ങളിപ്പോൾ ഈ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ, പല പ്രശ്നങ്ങൾ, കേസ്, ജപ്തി നടപടികൾ, വീട്ടിലെ കലഹങ്ങൾ, വൈവാഹിക ഭിന്നതകൾ, മക്കളില്ലാത്ത അവസ്ഥകൾ. അപ്പോൾ നിങ്ങൾ സാക്ഷ്യം കേൾക്കണില്ലേ? എല്ലാത്തിനും അമ്മ മറുപടി പറയുന്നുണ്ട് ഉടമ്പടിയിലൂടെ എല്ലാത്തിനും മറുപടി. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിന് ഇപ്പം നമ്മുടെ വിഷയത്തിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കണോണ്ടാണല്ലോ നിങ്ങൾ വെളുപ്പിന് എഴുന്നേറ്റ് ഇവിടെ വരണത്. ഇപ്പം ഇവിടെ നിങ്ങളിത്ര വെളുപ്പിന് എഴുന്നേറ്റ് ഇന്നലെ തന്നെ വന്ന് ഇവിടെ താമസിക്കുന്നവരുണ്ട് ഈ സ്ഥലത്തൊക്കെ പലയിടത്തും. അപ്പം എന്തുകൊണ്ടാണ് അപ്പം നമ്മുടെ വിഷയത്തിന് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മൾ വർഷകാലത്തും കഷ്ടപ്പെട്ട് വരണത്. എൻ്റെ മക്കളെ, ഇത്രയും പ്രാധാന്യമെങ്കിലും ദൈവത്തിന് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ട്. ഇത്രയും പ്രാധാന്യമെങ്കിലും ദൈവത്തിന് കിട്ടണം. എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും കണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന് മനസ്സിലായി ഒരിക്കലും ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ഇളക്കം സംഭവിച്ചുകൊണ്ടിരിക്കും എല്ലാ മേഖലകളിലും. നമ്മളിപ്പോൾ പ്രെയർ ചെയ്യണത് വിഷയാധിഷ്ഠിതമായിട്ട് സാങ്കേതികമായിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ 1, 2, 3 സ്ലോ പ്രോസസ്സായിരിക്കും. നമ്മൾ വിഷയത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ പ്രാർത്ഥനാ ജീവിതം ക്രമപ്പെടുത്തിയ ഭയങ്കര സ്ലോ പ്രോസസ്സ് നടക്കുകയേ. പക്ഷേ ഒരു 1.5 കൊല്ലം കൊണ്ടൊക്കെ ചില കാര്യം നടക്കത്തുള്ളൂ. സ്ലോയാണ്. കാര്യം നമ്മൾ വിഷയത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇനി ദൈവത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ പ്രാർത്ഥനാ ജീവിതം 2, 4, 6, 8, 16, 64 എന്ന് ഞങ്ങൾ കയറിപ്പോവും. അത് ജിയോമെട്രിക് പ്രൊപ്പോർഷനിൽ കയറിപ്പോവും. എന്താ കാര്യം? നമ്മൾ ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എപ്പോഴും ശ്രദ്ധിക്കണത്,
നിങ്ങൾ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന നിയോഗങ്ങളിലല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്. അത് വിഷയത്തിനാണ്. സ്ലോ ആയിരിക്കും, ഭയങ്കര സ്ലോ ആയിരിക്കും. കാര്യം നിങ്ങൾ ദൈവത്തിന് തന്നെ പ്രാധാന്യമുള്ളത് നിങ്ങളുടെ വിഷയത്തിൽ ദൈവം ഇടപെടുന്നുണ്ടെങ്കിൽ ഉള്ള പ്രാധാന്യവും നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നുള്ളൂ. വിഷയമാണ് ദൈവം, അവിടെയാണ് തലകീഴ് മറിഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാ സമയവും ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്, അതാണ് നിങ്ങളുടെ ദൈവം. പ്രാക്ടിക്കൽ ഗോഡ് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് നിമിഷവും ഏതിനെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത്, ആരെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത്, അതാണ് നിങ്ങളുടെ ദൈവം. അതുകൊണ്ടാണ് ഈ ലവ് അഫെയർസ് ഉള്ളവരോടൊക്കെ ഞാൻ അധികം നിങ്ങളത് റീതിങ്ക് ചെയ്യണം, സൂക്ഷിക്കണം എന്ന് പറയും. എന്താ വെച്ച് കഴിഞ്ഞാൽ ലവ് അഫെയർ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ 24 hours ഈ നമ്മുടെ പേ ബാധിച്ചതുപോലെ എപ്പോഴും ഈ മൊബൈലിൽ കണ്ടില്ലേ കേട്ടില്ലൊക്കെ ഉടനെ വിറവാദം വരും, പിന്നെ ഭക്ഷണം കഴിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ ഹിസ്റ്റീരിയ ടൈപ്പിലൊക്കെ പോകത്തില്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഈ ആവശ്യമില്ലാത്ത റിലേഷൻസിലൊക്കെ പോയി ഈ പ്രാർത്ഥനാ കാലത്ത് പ്രത്യേകിച്ച് കുടുങ്ങരുത്. നിങ്ങൾ കുടുങ്ങി ഇതുപോലെ കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രാധാന്യം ആ വ്യക്തിക്കായിരിക്കും പ്രാധാന്യം, ദൈവത്തിനല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലും ഒരു അഫെയർ ഉണ്ടായെന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ അവൾ നിങ്ങളെ ഫോൺ വിളിക്കണില്ല, പിന്നെ നിങ്ങളൊന്ന് ഉടമ്പടി ചെയ്തിരിക്കണത് അവർ ഫോൺ വിളിക്കാൻ വേണ്ടി. അപ്പോൾ എന്താണ് ഇങ്ങനെ ഫോൺ വിളിക്കാത്തത്? ഇനി വേറെ വല്ല കമ്പനിയിലും അവർ പെട്ട് കാണുക, എന്നെ ഉപേക്ഷിച്ച് കാണുക. അപ്പോൾ അവർ ചിലപ്പോൾ നിന്നെ സാഡിസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ നീ അവിടെ ചെന്ന് വഴങ്ങി നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ അടക്കുമുറയുടെ ഭാഗമായിട്ട് വരുന്ന ഒതുക്ക് പരിപാടി ആയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിളിക്കാത്തത്. ഇതുപോലുള്ള തട്ടുപിടുത്തവും തരികിട പരിപാടികളൊക്കെ കൊണ്ട് ജീവിതം തീർന്ന് ഇതല്ലേ വിളിക്കുമ്പോൾ ഒരു ആശ്വാസം, പിന്നെയും വിളിക്കാൻ. പിന്നെ ഇങ്ങനെയുള്ള കളികളൊക്കെ കേട്ട് ഇങ്ങനെ ജീവിതം പോകും. അപ്പം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച ഉടമ്പടിക്കാലത്ത് പ്രത്യേകിച്ച് ബയലാറ്ററൽ എഗ്രിമെൻറ്റാണ്. ഇപ്പം നമ്മൾ മറ്റ് ധ്യാനകേന്ദ്രങ്ങളെ പോലെ ഞാനിങ്ങനെ ധ്യാനത്തിൻ്റെ സ്റ്റൈലിലല്ല പറയണത്, നമ്മളൊരു വർത്തമാന സ്റ്റൈലിലല്ലേ പറയണത്. അതിൻ്റെ കാരണം എന്ന് പറയണത് ഇതൊരു ചെയ്ത് മാറ്റേണ്ട കാര്യങ്ങളാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ല, ഇത് ചെയ്ത് മാറ്റേണ്ട കാര്യങ്ങളാണ്. അപ്പം ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിഷയത്തിന് പ്രാധാന്യം കൊടുത്താൽ ഭയങ്കര ഉറുമ്പ് നിരക്കണ പോലെ ഈ നിരക്കത്തുള്ളൂ, 1, 2, 3 എന്നൊക്കെ പറയും. പക്ഷെ ദൈവത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ വഴികളും ഇപ്പം തന്നെ ഇവൻ്റെ ഒന്നാമത്തെ ഭയങ്കര ഈ ഫെയ്ത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ആകാശിന് കൂടുതലാണ്. ആകാശിൻ്റെ കാര്യമാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകാശിൻ്റെ കയ്യിലൊരു മുഴയുണ്ട്. അപ്പം അത് കീറിക്കണമെന്ന് പറയുമ്പോൾ അമ്മ പറയും, എടാ അത് കീറിയ ആശുപത്രി കിടക്കേണ്ടി വരും, ഇനി വേറെ വല്ല കുന്ത്രാണ്ടമാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അമ്മയും മകനുമായിട്ട് അവരുടെ വീട്ടിലെ സംസാരമാണ്. അവൻ്റെ കയ്യിലൊരു മുഴയുണ്ട്. ഇപ്പം അത് കീറണമെന്ന് അവനൊരു മകനേ ഉള്ളു. അത് കീറുമ്പോൾ ഇവൻ്റെ ശരീരത്തെ ഇങ്ങനെ ബ്ലേഡൊക്കെ അത്യാവശ്യം വെച്ച് അമ്മക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാര്യം നമുക്കത് അതിൻ്റെ ഫീലിങ്ങൊക്കെ മനസ്സിലാകും. ഒരു മക്കളുള്ള അമ്മമാരെന്ന് വെച്ചാൽ അവർ ഉൾക്കൊള്ളത്തിലാവുന്നു. അപ്പം അതുകൊണ്ട് അമ്മ പറയും കത്തിവെക്കാൻ പറ്റത്തില്ല എന്ന് പറയും. നീ പറയും നീ കത്തി വെച്ചില്ലേ പിന്നെ എന്തു ചെയ്യും, വേദന ഉണ്ട് താനും. അതുകൊണ്ട് നീ അമ്മയുടെ ഉടമ്പടി തൈലം ഇടാൻ പറയും, തൈലം തേക്കാൻ പറയും. അപ്പോൾ ഈ അമ്മയും മകനുമായിട്ടുള്ള അമ്മയുടെ ഫെയ്ത്ത് ഇവന് കിട്ടുന്നത്. ഇവരെന്നാ ചെയ്ത് കഴിഞ്ഞാൽ കത്തി വെച്ചാലും ആശുപത്രി പോയി കിടക്കണ്ടേ, അതിനുള്ള കാശ് മുടക്കാനുള്ള കാശും ഇല്ല. അപ്പം അതുകൊണ്ട് എല്ലാം കൊണ്ട് ഇവൻ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി തൈലം തേക്കും. അതായത് കഴിഞ്ഞാൽ ഈ ഇതിന് നമുക്കറിയാമല്ലോ, ഈ ഉടമ്പടി തൈലമൊക്കെ തേക്കുമ്പോൾ ചില ആൾക്കാർ വെളിച്ചെണ്ണ കുളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ തലയെടുക്കും. ചില ആൾക്കാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അവർക്ക് ഉടമ്പടി തൈലം ഏതാണ്, വെളിച്ചെണ്ണയാണ് അവർക്ക് പരിചയമുള്ളത്. അതുകൊണ്ട് വെളിച്ചെണ്ണ കയ്യിലെടുത്ത് തേച്ചിട്ട് തലത്തേക്കണ പോലെ ഈ ഉടമ്പടി തൈലം ഫെയ്ത്ത് ആപ്ലിക്കേഷൻസാണ്. തമ്മിൽ തിരിച്ചറിയണം നിങ്ങൾ. ചില ആൾക്കാർക്ക് ഉടമ്പടി തൈലത്തിന് അനുഭവമില്ലല്ല, അത് ഈ വെളിച്ചെണ്ണ പോലെ ഉപയോഗിച്ചിട്ടാണ്.
അതെപ്പോഴും തന്നെ അതിന് നിങ്ങൾ തിരിച്ചറിയണം. ഉടമ്പടി തൈലം ഫെയ്ത്ത് ആപ്ലിക്കേഷൻസ് എന്ന് പറയും. ഇപ്പം തന്നെ ഉദാഹരണത്തിന് സഭയിലുള്ളതാണേ തൈല ആപ്ലിക്കേഷൻസ്. അതായത് നമ്മുടെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അതിന് വേറെ ഒരു സാധനവും ഇല്ല. ഇപ്പോൾ നമ്മളത് അപ്പോഴും നമുക്ക് മനസ്സിൽ ഒരു പ്രഖ്യാപനമാണത്. വിശ്വാസത്തിന് പ്രശ്നം, വിശ്വാസം ആക്ടിവേറ്റ് ആകണമെങ്കിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിന് ഒരു പ്രാർത്ഥന വഴി നമുക്ക് ആക്ടിവേറ്റ് ആകാൻ പറ്റും, പിന്നെ പ്രഖ്യാപനം വഴി ആക്ടിവേറ്റ് ആകാൻ പറ്റും ഫെയ്ത്തിനെ, പിന്നെ പ്രയോഗമുണ്ട്, പിന്നെ പ്രവചനമുണ്ട്. എൻ്റെ പേര് മിൻസി, ഞാൻ ഏറ്റുമാനൂരിൽ വരുന്നു. ഞാൻ നേഴ്സാണ്. ആക്ച്വലി ഞാൻ 2003 നേഴ്സിംഗ് എല്ലാം പാസ്സായി. എൻ്റെ ആഗ്രഹം അമേരിക്കയിൽ പോയി ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ അതിന് വേണ്ട എല്ലാ പരീക്ഷകളൊക്കെ പാസ്സായെങ്കിലും അവിടുത്തെ നിയമം മാറി എനിക്ക് പോകാൻ സാധിച്ചില്ല. എന്നിട്ട് ഞാൻ വേറെ കുവൈറ്റ് അമോയ്സിലൊക്കെ പോയി വർക്ക് ചെയ്തു. പിന്നെ എന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ, ഹസ്ബൻഡിന് ജോലി അവിടെ സെറ്റിലാണ്. ഒരു 6 വർഷമായിട്ട് ബാംഗ്ലൂർ സെറ്റിലാണ്. അപ്പോൾ അതിനോടിടയ്ക്ക് എനിക്ക് എൻ്റെ ആഗ്രഹം വെളിയിൽ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യണമെന്ന് തന്നെയായിരുന്നു. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ എൻ്റെ മമ്മി മരിച്ചുപോയി. എൻ്റെ മദറിൻലോ ആണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പം മമ്മിയും എല്ലാവരും ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. 2 മക്കളാണ്, ഹസ്ബൻഡും അനിയനുമാണ്. ഞങ്ങൾ രണ്ടുപേരും ഫാമിലി ആയിട്ടാണ്. അപ്പം മമ്മിയുടെയൊക്കെ ഒത്തിരി ആഗ്രഹം ഞങ്ങൾ ഫാമിലിയായിട്ട് പുറത്ത് പോയി ജീവിക്കണം തന്നെയാണ്. അപ്പം ഞാൻ ഒത്തിരി IELTS എഴുതി, എല്ലാത്തിനും ഒന്നും 7 കിട്ടുന്നില്ല. അതിനിടയ്ക്ക് ഞാൻ OET എഴുതാൻ വേണ്ടി കഴിഞ്ഞ വർഷം ഇവിടെ കോട്ടയത്ത് വന്ന് പ്രാക്ടീസൊക്കെ ചെയ്തപ്പോഴാണ് എൻ്റെ പണ്ടത്തെ അമേരിക്കയിലെ ആ കാര്യം വീണ്ടും ശരിയായി തുടങ്ങുക. അവർ ഞങ്ങളെ അറിയിച്ചു, നിങ്ങൾക്ക് ഇനി പോകാനുള്ള അവസരമുണ്ട്, നിങ്ങളുടെ പ്രയോറിറ്റി കറണ്ടായിട്ട് വരികയാണ്, നിങ്ങൾക്ക് ബാക്കി പേപ്പേഴ്സൊക്കെ ശരിയാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്കിനി വീണ്ടും IELTS എഴുതണം. അവിടുത്തെ ഒരു മെയിൻ എക്സാമാണ് NCLEX RN എന്ന് പറയുന്ന എക്സാം. അതൊന്നും എനിക്ക് എഴുതാൻ പറ്റിയില്ല, അതും എഴുതണം. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം എനിക്ക് ഈ ഡിസംബറിൽ എനിക്ക് 3 കുട്ടികളുണ്ട്. ഞാൻ 3 പേരെയുമായിട്ട് ഞങ്ങൾ ഏറ്റുമാനൂർ വീട്ടിൽ വന്ന് മമ്മിയും ഡാഡിയുടെ ഒക്കെ ഒപ്പം താമസിച്ച് എനിക്ക് കോച്ചിങ്ങിനും പോകണം. അങ്ങനെ ഇരിക്കും. അപ്പം മമ്മി എന്നോട് പറഞ്ഞു, മോള് പഠിച്ചോ, ഒത്തിരി പഠിക്കാനുണ്ട്, ഡെയിലി പോയി വരണം. മമ്മി ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു. മമ്മിയും 3 മാസത്തോളമായിട്ട് ഇങ്ങനെ ഡെയിലി മാസത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മി രാവിലെയൊക്കെ എഴുന്നേറ്റ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയൊക്കെ മുടങ്ങാതെ ചെയ്യും, ബൈബിള് വായിക്കും, ഭയങ്കര നന്നായി പ്രാർത്ഥിച്ചു വരിക. അപ്പം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയറൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ആ ഒരു പ്രാർത്ഥനകൾ വഴി ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടി. അപ്പം എൻ്റെ ഈ RN എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ ലെറ്റർ വേണം ന്യൂയോർക്ക് ബോഡിയിൽ നിന്ന്. അപ്പം അതെനിക്ക് ഒരു തടസ്സവും കൂടാതെ കിട്ടി. പിന്നെയെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഈ RN എക്സാം 1 ഇയർ വരെ പ്രിപ്പയർ ചെയ്തിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ടാണ് എക്സാം എടുത്ത് എഴുതുന്നത്. എൻ്റെ ഈ 3 പിള്ളേരെ വെച്ച് എനിക്ക് പഠിക്കാൻ ഒത്തിരി പ്രയാസമായിരുന്നു. അപ്പം മമ്മിയും ഹസ്ബൻഡൊക്കെ പറഞ്ഞു, നീ ഒത്തിരി ഒന്നും ഇത്രത്തോളമൊക്കെ പഠിച്ചാൽ മതി. പഠിച്ച് 4ാമത്തെ മാസം ഈ കഴിഞ്ഞ മെയ് 17 എൻ്റെ എക്സാമാണ്. അപ്പം എനിക്കും ആഗ്രഹം, മമ്മിയും പറഞ്ഞു പറ്റുവാണെങ്കിൽ ഇപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ, ഇവിടെ വന്ന് ഒരു ഉടമ്പടി എടുത്ത് നന്നായി പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ മെയ് 9 ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. 17 എൻ്റെ പരീക്ഷയാണ്, RN എക്സാം, ബാംഗ്ലൂരാണ് സെൻറ്റർ. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എനിക്കിത് കിട്ടുമോ, കാരണം അത്രയ്ക്കൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് വെഞ്ചരിച്ച കാശ് രൂപം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാനത് എക്സാമിന് മുമ്പ് ഞാൻ എൻ്റെ ടോപ്പ് ഇങ്ങനെ ബട്ടൺസ് ഉള്ള ടോപ്പാണ് ഞാൻ ഇട്ടുകൊണ്ട് പോയത്. കാരണം അവർ സെൻറ്ററിൽ ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ നമ്മുടെ ഓർണമെൻറ്റ്സ്, മാല, വാച്ച് എല്ലാം അവർ അഴിപ്പിച്ച് വെക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിത് എവിടെ വെക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു തയ്ച്ച് എൻ്റെ ബട്ടൺസിന് തൊട്ട് താഴെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴും എൻ്റെ മാതാവേ, ഞാൻ അത്രയൊന്നും പഠിച്ചിട്ടില്ല, നീ എനിക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് എൻ്റെ എക്സാം എഴുതി തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ എക്സാമിന് മിനിമം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 75 ആണ്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 260 for 6 hours.
അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ ഇത്രയൊന്നും പഠിച്ചിട്ടില്ല, ഒത്തിരി എനിക്ക് നോക്കാനൊക്കെ കിടക്കുക, നീ എനിക്കൊരു കാര്യം ചെയ്യണം, എനിക്ക് 260 ക്വസ്റ്റ്യൻ തന്നിട്ടാണെങ്കിൽ പോലും എന്നെ ഇത് പാസ്സാക്കണം, കാരണം ഇനി എനിക്ക് പഠിക്കാൻ വയ്യ. ഈ പിള്ളേരെയൊക്കെ വെച്ച് ഒത്തിരി എനിക്ക് വേണ്ടി, ഞാൻ മാത്രമല്ല എൻ്റെ മമ്മിയും വീട്ടിലുള്ള എല്ലാവരും എനിക്ക് വേണ്ടി കഷ്ടപ്പെടുക, എല്ലാവരും ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇനിയും പഠിക്കാൻ വയ്യ എനിക്ക്. അങ്ങനെ ഞാൻ രാവിലെ 6:30 എഴുന്നേറ്റ് ബാംഗ്ലൂരിൽ നിന്ന്, ഞങ്ങൾ താമസിക്കുന്ന വീടിനടുത്ത് തന്നെയാണ് സെൻറ്റർ, അവിടെ പോയി തന്നെ എക്സാമെല്ലാം കയറി. ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ ഇങ്ങനെ പിടിച്ച്, കമ്പ്യൂട്ടർ എക്സാമാണ്, നമുക്കിങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരും, അത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ വരും. അപ്പം നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നനുസരിച്ചാണ് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആവുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു, മാതാവേ നിന്നെ ഓർത്താ ഞാനിത് സബ്മിറ്റ് ചെയ്യുന്നത്, നീ ഇത് സബ്മിറ്റ് ചെയ്ത് തരണ്ടേ. അങ്ങനെ 75ാമത്തെ ക്വസ്റ്റ്യൻ ആയപ്പോൾ ഞാൻ ഒട്ടും വിചാരിക്കുന്നില്ല, കാരണം എനിക്കിത് പോകും. 150 അല്ലെ 160 ഒക്കെയാണ് സാധാരണ ആളുകൾക്ക്, അല്ലെ നമ്മൾ അത്രമാത്രം എക്സ്പേർട്ട് ആയവർക്ക് മാത്രമേ 75ൽ ഔട്ട് ആവത്തുള്ളൂ, അല്ലെ നമ്മൾ തീരെ ഡൗൺ ആയിരിക്കണം നമ്മുടെ പെർഫോമൻസ്. അങ്ങനെ ഈ 2 ഓപ്ഷനേ ഉള്ളൂ. 75 ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്തപ്പോഴത്തേനും കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി. പറഞ്ഞു, ഇങ്ങനെ കാണിച്ചു, യുവർ എക്സാം ഈസ് കംപ്ലീറ്റഡ്. ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു, എൻ്റെ മാതാവേ നീ എന്നെ, ഞാൻ ഉറപ്പിച്ച് ഞാൻ പാസ്സായെന്ന്, നീ എന്നെ ഈ 75ാമത്തെ ക്വസ്റ്റ്യനിൽ നീ എന്നെ പാസ്സാക്കിയല്ലോ എന്നോർത്ത്. കാരണം എനിക്ക് അതിനുള്ള യാതൊരു അർഹതയില്ല. മാതാവ് എനിക്ക് തന്നപ്പം ഏറ്റവും ടോപ്പിലാണ് എനിക്ക് തന്നത്, 75ാമത്തെ ക്വസ്റ്റ്യനിൽ പാസ്സാകാൻ മാത്രം. അപ്പം അതിനകത്ത് 1000 നന്ദി ഞാൻ പറയുവാണ്. അതുപോലെ തന്നെ എന്നെ ഈ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വരുത്തിച്ചത് എൻ്റെ ഒരു ചേച്ചിയുണ്ട്, കസിൻ ചേച്ചി, സോണി ചേച്ചി. ഇറ്റലിയിലാണ് അവർ, ഫാമിലി ആയിട്ട്. അവരവിടെ ഇരുന്ന് ഒരുപാട് ലൈറ്റ് ക്യാൻഡിൽ പ്രേ വെച്ച് ഒത്തിരി പ്രാർത്ഥിക്കുന്ന, അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഓരോ പ്രൂഫ് എനിക്ക് മൊബൈലിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചേച്ചി ഇപ്പം റീസെൻറ്റ് 1 മന്തായിട്ട് UK മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, നിനക്ക് അവിടെ പോകണമെങ്കിൽ ഞാനൊരു ഹെൽപ്പ് ചെയ്യാം. ചേച്ചിയുടെ ഫ്രണ്ട് ഇറ്റലിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ 2 ആഴ്ചത്തേക്ക് നാട്ടിൽ വരുക, ഉടമ്പടി എടുക്കാൻ വേണ്ടി തന്നെ വരുക. അപ്പം നീ ഒരു കാര്യം ചെയ്യ, എൻ്റെ വീടിനടുത്തായിട്ട് വരും, ഏകദേശം ഏറ്റുമാനൂർ അടുത്താണ്, അവരുടെ ഫോൺ നമ്പർ തരാം, നീ അവരുടെ കൂടെ പോന്നാൽ മതി, ബസ്സിൽ കയറി ബുദ്ധിമുട്ടണ്ട. അപ്പം എനിക്ക് പേടിയായിരുന്നു, തന്നെത്താൻ എങ്ങനെ വരും, ഇവിടെ വന്ന് എങ്ങനെ ഉടമ്പടി എടുക്കാം. അപ്പോൾ ചേച്ചിയാണ് എനിക്ക് ഒരു സാഹചര്യം ഒരുക്കി തന്ന്. ആ സിനി എന്ന് പറഞ്ഞ ചേച്ചിയും ഫാമിലിയും അവരുടെ കൂടെ ഈ 9-ാം തീയതി എന്നെ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചു. എന്നിട്ട് ഞാൻ പോയി എക്സാം എഴുതി. എന്നിട്ട് അപ്പോൾ ആ കുടുംബത്തിനും അവർക്കും ഉണ്ട് ഒരുപാട് നിയോഗങ്ങളുണ്ട്. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ എൻ്റെ നിയോഗങ്ങളോടൊപ്പം അവരുടെ നിയോഗങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുവാണ്. അതുപോലെ തന്നെ ഒത്തിരി പേരുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ, അവരോടൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ എക്സാം എന്നെ പാസ്സാക്കിയത് എൻ്റെ മാതാവ് തന്ന വിജയം മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ എൻ്റെ വിസയുടെ പ്രോസസ്സിങ്ങിൽ കുറച്ച് ഡിലേ ഉണ്ട്. ആദ്യം ഒന്ന് സബ്മിറ്റ് ചെയ്തത് റിജക്റ്റ് ആയിപ്പോയി. എനിക്കറിയാം എൻ്റെ മാതാവ് എനിക്കത് തരും. ഇനി ഞങ്ങൾ റീഫയലിങ്ങിന് കൊടുക്കും, അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ മാതാവ് എനിക്ക് തരുമെന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞങ്ങൾ എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് 48 hours നമുക്ക് ഈ റിസൾട്ടൊക്കെ കിട്ടി. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് IT ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, അത്യാവശ്യം സ്ട്രെസ്സൊക്കെ ഉള്ള ആളാണ്, ജോലി കുറച്ച് സ്ട്രെസ്ഫുള്ളാണ്. അപ്പം എപ്പോഴും ഞാൻ പറയാറുണ്ട് BP നോക്കണം എന്ന്. പക്ഷേ ഇപ്പോഴേ മെഡിസിൻ എടുക്കേണ്ടി വരും, ഞാൻ അതുകൊണ്ട് നോക്കണ്ട, ഡയറ്റും അല്ലെങ്കിൽ എക്സസൈസൊക്കെ ചെയ്ത് കൺട്രോൾ ചെയ്ത് വെച്ചോളാം എന്ന് എന്നോട് എപ്പോഴും പറയുമായിരുന്നു. അപ്പം ഈ ഞാൻ മാതാവിൻ്റെ നിയോഗത്തിൽ എഴുതി, മാതാവേ BP കുറച്ച് ഹൈ ആണല്ലോ, ഞാൻ എന്താ ചെയ്യാം, മാതാവ് എനിക്ക് വഴി കാണിച്ചു തരണം. അപ്പം ഹസ്ബൻഡ് ഒരാഴ്ചത്തേക്ക് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ പറഞ്ഞു, നമുക്ക് ചുമ്മാ ഒന്ന് ഡോക്ടറെ ചെക്കപ്പ് ചെയ്യാൻ പോകാം. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എന്ന് BP നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഹൈപ്പർ ടെൻഷൻ, 190 100 ഒക്കെയാണ്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യാതിരുന്നതെന്നൊക്കെ ചോദിച്ചു. പെട്ടെന്ന് തന്നെ ECG എടുക്കണമെന്ന് പറഞ്ഞു. ECG എടുക്കണമെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആകെപ്പാടെ ടെൻഷനായി. എൻ്റെ മാതാവേ ഇനി എന്താ. ഞാൻ അവിടെ ഇരുന്ന്, എൻ്റെ കയ്യിൽ കാശ് രൂപമൊക്കെ ഉണ്ട്, ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടറാണ്. അപ്പം ECG എടുത്തപ്പോഴത്തെ ഡോക്ടർ പറഞ്ഞു, ഹാർട്ടിന് ഹൈപ്പർട്രോഫി ഉണ്ട്, LVH എന്നുള്ളത് കാണിക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, തൽക്കാലം BP ഒന്ന് കൺട്രോൾ ആകാനുള്ള ഈ മെഡിസിൻ എടുക്കുക, എന്നിട്ട് നമുക്ക് ഒരു എക്കോ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഒത്തിരി സങ്കടമായി. ഞങ്ങൾ വീട്ടിൽ മമ്മിയും ഞാനും ഒക്കെ ഇരുന്ന് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ഒരു കുഴപ്പവും വരുത്തല്ലേ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു കാർഡിയാക് സ്പെഷ്യാലിറ്റി ഉള്ളൊരു ഹോസ്പിറ്റലിൽ പോയി.
2 ദിവസത്തിന് ശേഷം ഞങ്ങൾ എക്കോയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആ 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടുന്ന് കിട്ടിയ നമ്മുടെ ഉടമ്പടി തൈലം ഞാൻ ഇങ്ങനെ ചെസ്റ്റിലൊക്കെ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ കാശുരൂപം ഞാൻ എക്കോയ്ക്ക്, അപ്പോൾ അവിടെ ചെന്ന് ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമ്മുടെ വൈറ്റൽസൊക്കെ ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ആ നേഴ്സ് പറഞ്ഞു, അയ്യോ BP കുറച്ച് ഹൈ ആണല്ലോ ഇപ്പോഴും കാണിക്കുന്നത്, പെട്ടെന്ന് തന്നെ ECGക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ECG എടുക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ നമ്മൾ പറയാതെ തന്നെ ഞങ്ങൾ ആഴ്ചയിൽ വിചാരിച്ചു ഡോക്ടറോട് ചോദിച്ചിട്ട് എക്കോയ്ക്കൊക്കെ പോകാമെന്നാണ്. പക്ഷേ ECG കണ്ടപ്പോൾ അവർ പറഞ്ഞു എക്കോയും കൂടി ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് എക്കോയ്ക്ക് കയറ്റി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കയ്യിൽ വെച്ചോ. ഞാൻ പുറത്തിരുന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും റിപ്പോർട്ട് ഡോക്ടർ വിളിച്ചു. അപ്പം ഞങ്ങൾ ആ ഡോക്ടറെ, കാർഡിയോളജിസ്റ്റിനെ അന്നേരമാണ് കാണാൻ പോകുന്നത്. ഡോക്ടറെ വിളിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ദൈവമേ ഈ എക്കോയിൽ എന്തായിരിക്കും അവിടെ കാണിക്കുന്നതെന്നുള്ള ആ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു BP കുറച്ചുണ്ടല്ലോ എന്താ. എന്നിട്ട് ഞാൻ ചോദിച്ചു ഡോക്ടർ എക്കോ എങ്ങനെയുണ്ട്? അപ്പോൾ പറഞ്ഞു നോ LVH, ഹാർട്ടിന് ഒരു കുഴപ്പമില്ല, ഹാർട്ടിൻ്റെ സിസ്റ്റോളിക് ഫങ്ഷനും എല്ലാം വെരി ഗുഡാണ്. നിങ്ങളിനി എന്നെ കാണാൻ വരണ്ട, ഇതൊരു സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്ന ഒരു ഹൈപ്പർ ടെൻഷൻ മാത്രമേ ഉള്ളൂ, അത് ഹാർട്ടിനെ ഒന്നും ബാധിച്ചിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ കുറച്ചൊരു മെഡിസിനൊക്കെ എടുത്ത് ആ സ്ട്രെസ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചയച്ചു. മാതാവ് ചെയ്ത എൻ്റെ ഈ 2 ആഴ്ചയായുള്ളൂ ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട്. മാതാവ് എനിക്ക് ഈ 2 ആഴ്ച കൊണ്ട് എനിക്ക് എന്തൊക്കെയാണോ വേണ്ടേ അതെല്ലാം എനിക്ക് തന്നു മാതാവ്. അതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ മമ്മിയുണ്ട്, എൻ്റെ മദറിലോ. ആ മമ്മി ഒത്തിരി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി പ്രാർത്ഥിക്കും. എനിക്ക് അങ്ങനെ ആ മമ്മിയുടെ അടുത്ത് നേരിട്ട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാൻ ഈ ഒരു അവസരം അതിലൂടെ കൂടി ഉപയോഗിക്കുക. മാതാവാണ് ഇതെല്ലാം തന്നത്, എനിക്ക് ഇങ്ങനെ ഒരു ലൈഫും എൻ്റെ 3 കുഞ്ഞുങ്ങളും ഹസ്ബൻഡും എല്ലാം തന്ന് എന്നെ ഇത്രത്തോളം അനുഗ്രഹിച്ചത് എൻ്റെ മാതാവ് തന്നെയാണ്. 1000 നന്ദി മാതാവിന്. നാളെ എനിക്കിവിടെ വന്ന് ഈ തിരുവൾത്താരയിൽ വന്ന് മാതാവിൻ്റെയും ഈശോയുടെയും ഒക്കെ മുമ്പിൽ നിന്ന് ഈ കൃപാസന ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിന്ന് എനിക്കൊരു സാക്ഷ്യം പറയാനുള്ള അവസരം തരണേന്ന്. ഇന്ന് ഞാൻ വന്നപ്പോൾ എന്നെ 2-3 പ്രാവശ്യം അവർ വായിച്ച് നോക്കിയിട്ടൊക്കെ നമുക്ക് ഓരോ ഇതുണ്ടല്ലോ, എന്നെക്കാളും ഒത്തിരി മിറാക്കിൾ സംഭവിച്ചിട്ടുള്ള ഒത്തിരി ഇതായിട്ടുള്ള സാക്ഷ്യങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും അങ്ങനെ അവിടെ പോയി പിന്നെ ഞാൻ ചോദിച്ച് അവസാനം എനിക്ക് ഇവിടെ വന്ന് ഞാൻ ഇത്ര നേരം ഇരിക്കുമായിരുന്നു. ഇത് എൻ്റെ മാതാവിൻ്റെ അത്ഭുതം തന്നെയാണ്. എൻ്റെ പേര് ലൈസാമ. ഞാൻ കോതനല്ലൂർ ഇടവകയിൽ നിന്ന്, കോതനല്ലൂർ ഗർഭാസീസ് ആൻഡ് ഫ്രോക്താസീസ് കോതനല്ലൂർ ഇടവകയിൽ നിന്ന് ഞാൻ വരുന്നു. എൻ്റെ എനിക്ക് ഒരു സാക്ഷ്യം പറയുവാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ ദൈവമാതാവ് 5.5 വർഷമായി എൻ്റെ കാല് പശു തൊഴിച്ച് കാലിന് പൊട്ടലും ഞരമ്പിന് ചതവും ഉണ്ടായി. അന്ന് മുതൽ 2-3 വർഷത്തേക്ക് എനിക്കൊന്നും വേദനയൊന്നും ഇല്ലായിരുന്നു. പൊട്ടൽ ഈ ചതവും ഉണ്ടായിരുന്നു. ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്ന് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് വേദന കുറവായിട്ട് തോന്നി. അപ്പം പശു 2 കറക്കുന്നതുണ്ട്, 1 പ്രസവിക്കാറായി നിൽക്കുന്നു. അപ്പം വേറെ ആരും നോക്കാനില്ല. ഞാൻ എന്ത് ചെയ്തു, ഭർത്താവ് പോയ നേരത്തിന് ഞാൻ അരിവായിക്ക് പ്ലാസ്റ്റർ ചെത്തിക്കണ്ടിച്ച് ദൂരെ കളഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ എനിക്ക് വേറെ ആരുമില്ല, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ കാല് സുഖപ്പെടുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അന്നൊന്നും എനിക്കറിഞ്ഞില്ല. ഒരു 3-4 വർഷം ഞാൻ ഒരു വേദനയും ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് വേദന പിന്നെ പ്രായം മുന്നോട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് കാല് നിലത്ത് കുത്താൻ പറ്റുകയില്ല, പള്ളിയിൽ പോയി നിൽക്കാൻ പറ്റുകയില്ല കുറേ സമയം. അങ്ങനെ ആയിക്കഴിഞ്ഞ് ഞാൻ ഓരോ ആശുപത്രിയിലും കയറി ഇറങ്ങും. അവിടെ ചെല്ലുമ്പോൾ ഓരോ ഇഞ്ചക്ഷൻ എടുക്കും, അന്നേരം ഒന്ന് കുറയും, പിന്നെ ഇങ്ങനെ പോയി മരുന്ന് മേടിച്ച് കഴിഞ്ഞ് അവസാനം ആയുർവേദ ആശുപത്രിയിൽ ചെന്നു. അവരെൻ്റെ കാലിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുത്തു. ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലെ കിഴി കുത്തി. അപ്പോഴത് കഴിഞ്ഞും എനിക്ക് വേദന കുറവില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് കൃപാസനത്തിൽ നിന്നും ഒരു ചേച്ചി ഉടമ്പടി പത്രം തരികയുണ്ടായി. ഞാൻ പിറ്റേ ആഴ്ച തന്നെ എൻ്റെ മാതാവേ എനിക്കിവിടെ വരാൻ പറ്റണമല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എന്നോട് ഒരു ചേച്ചി ചോദിച്ചു, ലൈസാമ്മ കൃപാസനത്തിലേക്ക് പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഞാനും വരുന്നു ചേച്ചി. എൻ്റെ ഭർത്താവിനോടൊന്നും ഞാൻ അനുവാദം ചോദിച്ചില്ല, എങ്കിൽ പോലും ഞാൻ വരും. എൻ്റെ അമ്മയുടെ ഒരിക്കൽ വന്നാൽ എൻ്റെ കാല് പൂർണ്ണമായിട്ടും സുഖപ്പെടും.
ഞാൻ ഇവിടെ വന്ന് ഫെബ്രുവരി ആദ്യത്തെ ചൊവ്വാഴ്ച ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. വീട്ടിൽ ചെന്ന ഉപ്പും തൈലവും കൂടി എൻ്റെ കയ്യിലിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് കാലെ തിരുമ്മി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം രാത്രി ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ കാലിന് ചുറ്റും ഭയങ്കരമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലെ എനിക്ക് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് നീങ്ങാനും മേല, കാലൊട്ട് പൊക്കാനും മേല. അങ്ങനെ കുറേ ഇഞ്ചക്ഷൻ എൻ്റെ കാലുകൾ അമ്മ അങ്ങ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ സമയം വരെ എൻ്റെ കാലിന് വേദന ഉണ്ടായിട്ടില്ല. എൻ്റെ നട്ടലിന് തേയ്മാനമായിരുന്നു, അതുമെല്ലാം മാറി. എനിക്കിപ്പോൾ പള്ളിയിൽ ചെന്നാൽ സുഖമായിട്ടിരിക്കാം. ഞാൻ എൻ്റെ പള്ളിയിലെ എല്ലാ ശുശ്രൂഷയ്ക്കും ഞാൻ പോകും. പള്ളിയിലെ ഏത് കാര്യത്തിനും അച്ഛൻ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അന്നേരം ഞാൻ പോയി ആ പള്ളിയിൽ എത്ര മേലെങ്കിലും ആ ശുശ്രൂഷ ചെയ്തിട്ടേ ഞാൻ പോരുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ കുഞ്ഞിനൊരു വലിയ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്പറേഷനൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞു, അവന് പൂർണ്ണ സൗഖ്യം കിട്ടി. പിന്നെ ഇപ്പോൾ അവൻ MRI, CT സ്കാൻ, കമ്പ്യൂട്ടർ, MRI സ്കാൻ എന്നിവ പഠിച്ചിട്ട് നിൽക്കുവാണ്. ഒരു ഹോസ്പിറ്റൽ ഇതുവരെയും വിളിച്ചിട്ടില്ല. അവനെ വിളിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഞാനൊരു ഹൈന്ദവ സ്ത്രീക്ക് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വയറിനകത്ത് വേദനയായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി അവർ ബുക്ക് ചെയ്തു ഡോക്ടറെ കാണാൻ പോകാൻ. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം പറഞ്ഞു, ചേച്ചി വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഉടമ്പടി പത്രം തരാം, ചേച്ചി അത് വയറിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് വിശ്വാസമുണ്ട്, എനിക്കിങ്ങ് തരാൻ പറഞ്ഞു. ഞാൻ ഉടനെ ആ പത്രം എടുത്ത് ആ ചേച്ചിക്ക് കൊടുത്തു. ആ ചേച്ചി ആ പത്രം വയറിൽ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അതിലെ ചെന്ന് പറഞ്ഞു, ലൈസാമ്മ എന്നാ പള്ളിയിൽ പോകുന്നത്, എന്നോട് കൂടെ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റിയില്ല, ഞാൻ പറഞ്ഞുമില്ല. പക്ഷെ പുള്ളിക്കാരത്തി പറഞ്ഞു എനിക്ക് പൂർണ്ണ സുഖപ്പെട്ടു, ഞാൻ ആശുപത്രിയിലും പോയില്ല, എങ്ങും പോയില്ല, ഇപ്പോൾ ഞാൻ എന്നെങ്കിലും ഇവിടെ വന്നുകൊള്ളാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മാതാവിന് അതിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എന്നിലൂടെ അനേകായിരങ്ങൾക്ക് ഞാൻ ഇത് എത്തിച്ചു കൊടുക്കുമെന്ന്